ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തലമുണ്ട കാവിലെ ഉത്സവത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ അച്ഛൻ്റെ തറവാട്ട് കാവാണ് കേട്ടോ തലമുണ്ട കാവ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അവിയൻ്റെ പുരുഷ അച്ചാച്ചൻ്റെ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. അവി സ്ഥിരം അംഗൻവാടിയിൽ നിന്ന് വരുന്ന ഓട്ടോ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ബസ്സിലാണ്, ഇന്ന് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. കാരണം നാളെയും കൂടിയേ നമുക്ക് കാവിൽ തെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് പകൽ നമുക്ക് രാവിലെ എന്തായാലും പോകാനൊന്നും സമയം ഉണ്ടാവില്ല, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ നമ്മളുടെ ഈ കാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് റോഡ് സൈഡാണ്. ഇന്ന് രാത്രി ഇപ്പോൾ കാര്യമായിട്ട് തെയ്യങ്ങളൊന്നുമില്ല, തെയ്യമൊക്കെ പുലർച്ചക്കാണ്. ഇപ്പോൾ ഇവിടെ ഗാനമേള പരിപാടി എന്തോ ഉണ്ട്. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ്. സ്റ്റേജ് ഉണ്ട്, നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ ബലൂൺ കണ്ടപ്പോൾ അവന് ബലൂൺ വേണമെന്നായി. അപ്പോൾ ഞാൻ ബലൂൺ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ഈ ലൈറ്റും സെറ്റപ്പും ഇങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു വൈബാണല്ലേ നാട്ടും പുറത്തൊക്കെ. അപ്പോൾ ഇതെവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ബലൂണായിരുന്നു ഇത്. കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല കളർഫുള്ളായിട്ട് തോന്നിയോണ്ട് ഇത് വാങ്ങിച്ചു. പിന്നെ നോക്കുമ്പോൾ അവീനും ഈ ഒരു കുഞ്ഞ് ബലൂണും കൂടി കിട്ടിയിട്ടുണ്ട്. അത് അവന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പുരുഷ ചച്ച വാങ്ങിച്ചു കൊടുത്തതാണ്. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ തിരക്ക് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ തെയ്യമൊന്നുമില്ല, പുലർച്ചക്ക് ഉള്ള ഒരു തെയ്യമാണ് വീരൻ തെയ്യം. അപ്പോൾ അതിൻ്റെ തോറ്റം ആണിപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം ഉണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. പോകാൻ നേരം ഞാൻ മാംഗോ ബാർ വാങ്ങിച്ചിട്ടുണ്ട്. അവീന് അതും കൂടി കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. നമ്മൾ ഈ തെയ്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ രസമല്ലേ. 2 ബലൂണും ഒരേ ഷേപ്പിലുള്ളതായിരുന്നു. പക്ഷേ സൈസ് ഡിഫറൻസ് ഉണ്ട്. മാത്രമല്ല മറ്റേ ബലൂൺ പറന്നു പോകുന്ന ബലൂണായിരുന്നു. അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി നമ്മൾ തിരിച്ചു പോവുകയാണ്. അവൻ്റെ ഐസ്ക്രീം ഇനിയും തീർന്നിട്ടില്ല. വണ്ടിയിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബലൂണുകളാണെങ്കിൽ വെക്കാൻ സ്ഥലവും ഉണ്ടായിരുന്നില്ല. ആ മുകളിലുള്ള ബലൂണ്, ആ പറന്നു പോകുന്ന ബലൂണ് നമ്മുടെ തലേൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഓട്ടോയിൽ. കാരണം അത്രയും വലിയ സൈസായിരുന്നു അത്.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ടോർച്ചൊക്കെ അടിച്ചിട്ട് വീട്ടിലേക്ക് നടന്നു പോവാണ്. ഏട്ടൻ ബസ്സിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ രാത്രി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. കിട്ടിയില്ലേ? എന്നാടാ വാ നടക്കാലോ വാ. എന്റെ മോനെ ബലൂൺ കൊടുത്തു. ആ നിന്റെ ബലൂണ് വാങ്ങ്. അത് അബുത്തിന്, ഇത് അച്ഛനെ. അച്ഛനെ വിളിക്ക, അച്ഛനെ വിളിക്ക. ഇത് അച്ഛനെ കൊടുക്കണം. അബുത്ത് കുഞ്ഞു പിടിക്കേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം.